16th സെഞ്ചുറിയിലെ സ്കോട്ടിഷ് കാറ്റൽ ഹൗസ്. ഇപ്പോൾ ഒരു ഹണിമൂൺ കോട്ടേജ്. അടുത്ത ഒരാഴ്ചത്തേക്ക് മിസ്റ്റർ ആൻഡ് മിസ്സിസ് പോത്തന് സ്വന്തം. എങ്ങനെ ഉണ്ടടാ സിറേക്കിന്റെ വെഡിങ് ഗിഫ്റ്റ്? ഹലോ, അകത്ത് റൂമുണ്ട്. Excuse me. All blue for 100. Oh, sure. എമി, ഞങ്ങള് പുറത്താ. എന്തു പറ്റി? എമി, എന്താ എമി, എന്തു പറ്റി? പറയാം, ആ ഡോർ അടയ്ക്ക്. അന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, കുറെ കൊല്ലത്തേക്ക് നമുക്കിടെ നമ്മൾ മാത്രം മതി, വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും വേണ്ടാന്ന്. പക്ഷെ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ലേ ചായ? ഞാൻ പ്രഗ്നന്റാ. ശരിക്കും? അല്ല, നമ്മളിപ്പോ ഏതായാലും അടുത്ത ആഴ്ച നമ്മൾ നാട്ടിലേക്ക് പോവാണല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇപ്പം ഇതിവിടെ ആരും പറയണ്ട. അയ്യോ, എന്റെ ക്ഷീണവും തളർച്ചയൊക്കെ കണ്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിച്ചതേ അമ്മയും ശ്വേതയും കൂടാ. എന്നിട്ട് അവരിതറിഞ്ഞോ? അറിയാതെ പിന്നെ? നീ ഒന്ന് ചുമ്മാതിരിക്കട, ഇവിടെ മനുഷ്യൻ. മോനെ, നീ നാട്ടിൽ പോകുമ്പം ഭരണങ്ങാനം പള്ളിയിൽ പോയി മറക്കാതെ ഇവളുടെ പേരിൽ ഒരു പാട്ടുകുർബാന ചൊല്ലിച്ചേക്കണം. എന്റെ നേർച്ച അത്. ഓ, പോയിക്കോളാം, ഞങ്ങള് ഒരുമിച്ച് പോയി ചൊല്ലിച്ചോളാം. അതിന് ഇവളെങ്ങനെയാടാ ഈ സ്റ്റേജിൽ നിന്റെ കൂടെ നാട്ടിൽ വരുന്നേ? She can't travel now. അതറിയില്ലേ? അല്ല, ഞങ്ങളതിന് ഇതിപ്പോ വേണോന്ന് തന്നെ കൊണ്ട് തീരുമാനിച്ചിട്ടില്ല. കെട്ട് കഴിഞ്ഞിട്ട് 6 മാസം പോലും ആയിട്ടില്ലല്ലോ. അതെന്താ, അങ്ങനെ വല്ല നിയമമുണ്ടോ 6 മാസം അവരെ പ്രഗ്നന്റ് ആവാൻ പാടില്ലെന്ന്? അയ്യോ എന്റെ അമ്മച്ചി, അതല്ല, ഞങ്ങള് അങ്ങോട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല. അതിന് നീ എന്തിനാടാ പ്രിപ്പയർഡ് ആവുന്നേ? അവളായിക്കോളും. ഞാൻ പറഞ്ഞു വരുന്ന എന്ത് കുഞ്ഞെ, എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. ഇവിടെ ഓരോരുത്തർ കെട്ട് കഴിഞ്ഞ് കൊല്ലം 5 ആയിട്ടും ഇപ്പോഴും നോമ്പും പ്രാർത്ഥനയായിട്ട് നടക്കുക. അപ്പോഴവൻ അല്ലേലും എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെ ഉള്ളൂ. എന്താന്ന് വെച്ചായിരിക്കും. അമ്മേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അമ്മയല്ലേ ഈ കാര്യത്തിലൊക്കെ ഫൈനൽ ഡിസിഷൻ. ഒരിക്കലും അല്ല, ഇത് നിങ്ങളുടെ ലൈഫിന്റെ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ആണല്ലോ, എങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ അമ്മയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ തീരുമാനം. ഉറപ്പല്ലേ? ഉറപ്പ്. എങ്കിൽ എന്റെ മോൻ ഒരു കാര്യം കൂടി സമ്മതിക്കണം. ഡെലിവറി നമുക്ക് എവിടെ വെച്ച് മതി. അല്ല, അത് എനിക്ക് ഞാൻ പറയുന്നൊന്ന് മുഴുവൻ കേക്ക് നീ. എന്തായാലും എമിക്കിനി 3-4 മാസത്തേക്ക് ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ ആവുമ്പോ എല്ലാവരും ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലൊക്കെ ആണേലും അവിടത്തേക്കാൾ മച്ച് ബെറ്റർ കെയറും കിട്ടും. നിനക്ക് ഇവിടെ നിൽക്കാമല്ലോ. ഓ, അതൊന്നും നടക്കുകയല്ല അമ്മച്ചി. ഇപ്പൊ തന്നെ ആ പാപ്പി അവിടെ എല്ലാം കുളമാക്കി വെച്ചേക്കുക. അടുത്ത ആഴ്ചയിൽ ഞാൻ ചെന്നില്ലേ, പണിക്കാരവിടെ സമരം തുടങ്ങും. അത്രയ്ക്ക് മോശമാ കണ്ടീഷൻ. ഏതായാലും 4 മാസം ഇവളോട് നിന്നല്ലേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ബാക്കിയൊക്കെ നമുക്കപ്പം തീരുമാനിക്കാം. എടോ, നമ്മളങ്ങോട്ട് ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് വേണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സാരമില്ല, എല്ലാവരും വലിയ സന്തോഷത്തില. ഞാനായിട്ടത് കളയുന്നില്ല. ആ, എന്താടാ? ഇച്ചായന് നാളെ എത്ര മണിക്കാ ഫ്ലൈറ്റ്? ആഹാ, നീ മറന്നോ?
എടാ ഞാൻ നാളെ രാത്രി കയറും. യാത്ര ആ സെയിം ഫ്ലൈറ്റിൽ ഇന്നത്തേക്കാക്കാൻ പറ്റുമോ? എന്താടാ എന്താ ഉണ്ടായ? എമ്മയെ അല്പം മുമ്പ് ഹോസ്പിറ്റലാക്കി. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇച്ചായ ഹലോ എടാ ഉണ്ണി, ഹലോ. ഉണ്ണി, ഉണ്ണി, ഡാ എന്റെ ടിക്കറ്റ് നാളെ തന്നെ ഓക്കെ ആക്കണം. എനിക്ക് നാളെ പോണം. ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? അങ്ങനെ ചെയ്യാം. അല്ല മോനെ, നീ നാളെ തന്നെ പോവാന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ കാര്യം എങ്ങനെയാ? നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ ആയിരുന്നല്ലോ പ്രസവിപ്പിക്കാനും വളർത്താനും ഒക്കെ ധൃതി. അപ്പൊ നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്താടാ? അത് ഒന്നുമില്ല ചായ. എന്താ ശ്വേത, എന്താ കാര്യം? അത് ഇന്നലെ പറഞ്ഞില്ലേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന്. ചോദിക്കുന്നത് തെറ്റാണെ ക്ഷമിക്കണം. അങ്ങനെയാണെ ഞങ്ങൾ വളർത്തിക്കോട്ടെ അവളെ, ഞങ്ങളുടെ മോളായിട്ട്. ഈ ചായൻ ശരിക്കും ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. അങ്ങനെ പെട്ടെന്നെടുക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ അത്. ഇച്ചായ, ഞങ്ങൾ ഇന്നു മുതൽ ഡ്യൂട്ടിക്ക് കയറാമെന്ന് വിചാരിക്കുക. അങ്ങനെ അധിക ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊരു ചേഞ്ചും ആവേ. ആ, അത് നന്നായി. അപ്പോൾ എങ്ങനെയാ ഇച്ചായൻ്റെ പ്ലാൻസ്? ഐ മീൻ മടക്കം. ഞാൻ അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങളെ ഇങ്ങനൊരവസ്ഥയിൽ വിട്ടിട്ട്. വരട്ടെ, സമയമുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എങ്ങനെ?
നീ എണീക്കണ്ട, ഞാൻ നോക്കാം. Mr. and Mrs. Poten? പ്ലീസ് ബി സീറ്റഡ്. We understand this is a very tough time for you, but we appreciate if you'd answer a few questions for us. Please go ahead. Mrs. Potten, we would like you to go through this list and tell us if your daughter has any friends or acquaintances that we are yet to know about. Sure. What about the van? Excuse me? The van in which they took her. Have you found it? And you are? ദാറ്റ്സ് ആഡം, മൈ ബ്രദർ. Mr. Adam, this is a police investigation in progress. We will let you know as soon as we know the whereabouts of the vehicle. Is that a no, man? ഇച്ചായ പ്ലീസ്, ഐ എം സോറി. നീ എന്തിനാണ് നീ പേടിക്കുന്നത്? സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഇവരിപ്പോഴും 7 വയസ്സുള്ള കുഞ്ഞിന്റെ കൂട്ടുകാരെ അന്വേഷിച്ച് നടക്കുക. You still haven't answered my question. Right. Mr. and Mrs. Poten, we're thoroughly within our rights to have you summoned down to the police station for this. Thought we played the Good Samaritan, but obviously, this isn't working out well. 10 a.m. tomorrow at the North Bank Police Station, and this time for your sake. I hope you do not have company. ഇച്ചായൻ അവരോട് ഈ പെരുമാറിയത് ഒട്ടും ശരിയായില്ല. നാളെ ഞങ്ങളാ ഇതിന്റെ പേര് ബുദ്ധിമുട്ടാൻ പോകുന്നത്. എടാ, നീ കേട്ടില്ലേ അവർ ഓരോ ചോദ്യങ്ങള്? അവരിപ്പോഴും കുഞ്ഞിന്റെ അതൊക്കെ ഇച്ചായന്റെ തോന്നല. നമ്മുടെ നാട്ടിലെ പോലീസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം അല്ല ഇവിടുത്തെ പോലീസിൻ്റെത്. ഇച്ചായൻ ആദ്യം മനസ്സിലാക്കാം. പിന്നെ അവര് ഞങ്ങളെ കാണാൻ ഇവിടെ വന്നത്. അവിടെ കയറി അഭിപ്രായം പറയാൻ പോയിട്ട് ഈ റൂമിൽ ഇച്ചായന്റെ പ്രസൻസ് പോലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ഇച്ചായൻ ഇവിടെയുള്ള ഞങ്ങൾക്കിപ്പോ ആശ്വാസത്തേക്കാൾ കൂടുതൽ ടെൻഷനും പ്രഷറുമാണ് തരുന്നത്. ഞങ്ങൾ ഇതൊക്കെ ഏതാണ്ട് മനഃപൂർവ്വം ചെയ്ത പോലെയാ ചില സമയത്ത് ഇച്ചായന്റെ നോട്ടവും ഭാവമൊക്കെ. ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ലേ. പിന്നെ എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എപ്പോഴേലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഐ എം സോറി. നാട്ടിലേക്കുള്ള എൻ്റെ ഓപ്പൺ ഐറ്റിനറിയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ഡേറ്റിന് നീ എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ഞാൻ തിരിച്ചു പോയിക്കോളാം. ഹലോ, ഇച്ചായൻ എവിടെ? ഞാൻ പുറത്താടാ. ആ പിന്നെ ശ്വേതക്ക് ചെറിയൊരു തലകറക്കം, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് പോവാ. എന്തു പറ്റി? അങ്ങനെ പേടിക്കാനൊന്നുമില്ല ചായ. BP വല്ലതും ഷൂട്ടപ്പ് ചെയ്തായിരിക്കും. പിന്നെ അതുപോലെ ഇച്ചായൻ്റെ ടിക്കറ്റ് നാളത്തേക്ക് ഓക്കെ ആയിട്ടുണ്ട്. അതെൻ്റെ റൂമിലെ ടേബിൾ ഡ്രോയറിലുണ്ട്. ഞങ്ങൾ വരാൻ ചിലപ്പം വൈകും, അതുകൊണ്ട് ഇച്ചായൻ കഴിച്ചു കിടന്നു. ഞാൻ കിടക്കൊന്നുമില്ല. നീ ഡോക്ടറെ കണ്ടാലോടം വിളിക്കണം കേട്ടോ.
ഇച്ചാൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നീ എന്താ വിളിക്കാഞ്ഞ്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇച്ചായ. ഞാൻ പറഞ്ഞില്ലേ BP അവൻ കയറിയൊന്ന് കൊളുത്തിയതാ. അയ്യോ ഓക്കേനാ? എന്നാ ഇച്ചാൻ പോയി കിടന്നു. ടിക്കറ്റ് കണ്ടല്ലേ? നാളെ രാവിലെ 10 മണിക്ക് ഗ്ലാസ്ഗോവിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഒരു 6 മണിക്കേലും ഇറങ്ങണം. ഗുഡ് നൈറ്റ്. ഞാൻ നാളെ പോകുന്നില്ല ഉണ്ണി. എനിക്കറിയണം ഇലയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. നമ്മുടെ അമ്മച്ചി ആര് എന്തിനു കൊന്നുവന്ന്. അതിപ്പോൾ ഇച്ചായനെ മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പോലീസ് ഫോഴ്സ് വളരെ ഇൻ്റലിജൻറ്റാണ്. എത്രയും പെട്ടെന്ന് അവർക്കിതെല്ലാം കണ്ടെത്താൻ കഴിയുന്ന എൻ്റെ പ്രതീക്ഷ. ആയിക്കോട്ടെ, വളരെ നല്ലത്. എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്നവരെ ഞാൻ ഈ നാട്ടിൽ തുടരാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പ്രസൻസ് എന്ന പോലെ അമ്മച്ചിയുടെ ഇളയുടെ ഓർമ്മകളുള്ള ഈ വീട്ടിൽ കഴിയുന്ന എനിക്കൊരു വീർപ്പുമുട്ടല. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഇവിടുന്ന് പുറത്തോട്ടോട്ടിലും ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇച്ചാൻ എന്തൊക്കെയായി പറയുന്നേ? അതുകൊണ്ട് എനിക്കിതുവരെ മനസ്സിലായില്ലേ? ഇച്ചാൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ ഈ സംസാരിക്കുന്നത്. മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതും പെരുമാറുന്നൊന്നും ഞാനല്ലല്ലോ ശ്വേത, നീയും ഇവനൊക്കെ അല്ലേ? അല്ലേ പിന്നെ റോയൽ എഡിൻബറ ഹോസ്പിറ്റലിൻ്റെ CT സ്കാൻ റിപ്പോർട്ട് എൻ്റെ എയർ ടിക്കറ്റിൻ്റെ ചോട്ടി തിരികെ വെച്ചിട്ടായിരിക്കില്ലല്ലോ നീ പ്രഗ്നൻ്റ് ആണെന്ന വിവരം എന്നെ അറിയിക്കുക. ഇല്ല ചായ, ഈ ഒരു സിറ്റുവേഷനിൽ ഇച്ചായനോട് പറയാനൊരു മടി. അതുകൊണ്ടാണ്. മരിക്കുന്നവരെ നമ്മുടെ അമ്മച്ചി വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നു അല്ലടാ. ഏതായാലും ഉടൻ സ്കോട്ട്ലൻഡ് വിടുന്നില്ല എന്നെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. അതുപോലെ നാളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണെന്നുള്ള തീരുമാനത്തിന്. ഫ്രം 2012 till now സ്കോട്ട്ലൻഡിലാകെ ഏതാണ്ട് 87 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 38 എണ്ണം ഇവിടെ എഡിൻബറോയിൽ നിന്നാണ്. 3-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ കാര്യം ഞാൻ ഈ പറയുന്നു. അതിൽ തന്നെ 70% പെൺകുട്ടികളാണ്. എന്തായിരുന്നു ഈ കേസുകളുടെയൊക്കെ കൺക്ലൂഷൻ? കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് worried ആവരുത്. There is no conclusion for around 46 cases. Those children are still known as the missing kids. ഇത്തരം കേസുകളുടെ മോട്ടീവ്സ് പറയുകയാണെങ്കിൽ നിരവധിയാണ്. ഓർഗൻ ട്രാഫിക്കിംഗ്, പിഡോഫിലിയ, ഇൻഹൗസ് അബ്യൂസസ്, അങ്ങനെ തുടങ്ങി ഡെവിൾ സാത്താനിക് വർഷിപ്പേഴ്സ് വരെ അവരുടെ കർമ്മങ്ങൾക്കായി ഇവിടെ കുട്ടികളെ തട്ടിയെടുക്കാറുണ്ട്. പക്ഷേ ഓരോ മോട്ടീവ്സിനും ഓരോ സ്വഭാവമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഓർഗൻ ട്രാഫിക്കിങ്ങിന് വേണ്ടിയാണ് കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതെങ്കിൽ വിത്തിൻ 5 to 10 days കുട്ടിയുടെ ബോഡി ഏതെങ്കിലും റിമോട്ട് പ്ലേസിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. ഇനി പിഡോഫിലിയ കേസസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയാണ് കുട്ടിയെ തട്ടിയെടുത്തതെങ്കിൽ അത്തരം ഗ്രൂപ്പുകൾ ജീവനോടെയോ അല്ലാതെയോ കുട്ടിയെ ഉപേക്ഷിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് മാസുകാരുടെ, അതായത് സാത്താൻ ഡെവിൾ വർഷിപ്പേഴ്സിൻ്റെ കാര്യം. പക്ഷേ കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇത്തരം 3 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 3-ഉം 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ, അതും ജൂത പെൺകുട്ടികൾ. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയജനമെന്നാണല്ലോ ജൂതന്മാരെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ പീഡിപ്പിച്ച് സാത്താനെ സന്തോഷിപ്പിക്കുന്നതാവാം ഉദ്ദേശം. വട്ട് അല്ലാതെന്താ? ഈ ജ്യൂസ് എന്നൊരു ക്രൈറ്റീരിയ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പോസിബിലിറ്റി മാത്രം ഈ സ്റ്റേജിലെ അങ്ങ് തള്ളിക്കളയാം, അല്ലേ? സംഭവം നടന്നിട്ടിന്ന് 6-ാം ദിവസമല്ലേ? ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് അങ്ങോട്ട് കയറി ഒന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. നിങ്ങളാരും കുട്ടിയുടെ പേരൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിട്ടു പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യാറില്ല. ജെയ്സൺ ഈ പറഞ്ഞത് വെറും പോസിബിലിറ്റീസ് മാത്രമാണ്. നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി. കൃത്യമായ പോസിബിലിറ്റീസ് അല്ലേ ചെറിയാക്ക് നമ്മളെയൊക്കെ ഈ ഘട്ടത്തിൽ നയിക്കുന്നത്? എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി. എത്രയൊക്കെ എഫിഷ്യൻ്റാണ് ഇവിടുത്തെ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാലും ഈ ക്രൈമിന് പിന്നിലുള്ളവരെ അവരൊരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല.
Because they are searching everywhere except the right place. എന്ന് വെച്ചാ ഇവിടെ പോലീസിനറിയോ ഇള ഉണ്ണിയുടെയും ശ്വേതയുടെയും മകളല്ല എന്ന്? അല്ല, അതും ഈ കേസുമായിട്ട് എന്താ ബന്ധം? കുറച്ചു മുമ്പ് ജെയ്സൺ പറഞ്ഞില്ലേ, കുട്ടി ഡെവിൾ വേർഷിപ്പേഴ്സിന്റെ കയ്യിൽ പെട്ടേക്കാമെന്ന സാധ്യത തള്ളിക്കളയാമെന്ന്. കാരണം അവർക്ക് വേണ്ടത് 10 വയസ്സിന് താഴെയുള്ള ജൂത പെൺകുട്ടികളെയാണെന്ന്. എൻ്റെ മകൾ പാതി ജൂതയാണ് സിറിയക്ക്. ബിക്കോസ് ഹർ മദർ വാസ് എ ജൂ. ഞാനോ ഉണ്ണിയോ ശ്വേതയോ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഈ വിവരം ഷെയർ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ജെയ്സനെ പോലെ അവരും ഈ പോസിബിലിറ്റി അങ്ങ് ഇഗ്നോർ ചെയ്യും, അല്ലേ? എൻ്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന്, എൻ്റെ അമ്മയെ ആരാ കൊന്നെന്ന് ഒക്കെ അറിയേണ്ടത് ഇപ്പൊ എൻ്റെ മാത്രം ആവശ്യമാണോ സിറിയക്ക്? ഉണ്ണി, ഇച്ചാ, കുറച്ചു മുമ്പ് എനിക്ക് പോലീസ് സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു. ഇളയെ കൊണ്ടുപോയ കാറ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാറിലായിരുന്ന സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഇത് എവിടെയാ സ്ഥലം? അതൊരു കൗണ്ടി ഇച്ചായ. ഇവിടെ നിന്ന് ഒരു 2 hour ഡ്രൈവ് ഉണ്ട്. ഞങ്ങളങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇച്ചായന് വരണേ, ഞാൻ പോസ്റ്റ് കോഡ് ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്യാം. നീ പോസ്റ്റ് കോഡ് അയക്ക്, ഞാൻ ഇപ്പൊ തന്നെ തിരിക്കാം. Hi, can we get a double check on the location of the little girl, please? Has anyone spoken to this person? Who's going to check in the car now? Copy that, search in the car now. Can we have it take a look at the... I'm sorry. Did you recognize this piece of clothing belonging to your daughter? Confirming we have now located the item. നീ വണ്ടിക്കകത്തോട്ട് ചെല്ല, അവളുടെ കൂടെ ഇരിക്കുക. എന്താടാ അവർ പറഞ്ഞു? അല്ല, അവരുടെ ഒരു വൈൽഡ് ഗസ് ഷെയർ ചെയ്തതാ. എന്ത്? ഈ മരക്കൂട്ടങ്ങൾക്കപ്പുറം ഒരു ചതുപ്പ് നിലമാണേ.
കാറും മറ്റും ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവർക്കൊരു സംശയം. പോലീസല്ലേ. ഏതായാലും അവരവിടെ ഒന്ന് സെർച്ചിങ്ങിന് ഇറങ്ങുക. ബോഡി കിട്ടുമെന്നറിയാം. നീ അതിനെ ആ സെൻസിൽ എടുക്കാതെ, ഞാൻ പറഞ്ഞില്ലേ ഒരു വൈൽഡ് ഗസ്, അത്രേ ഉള്ളൂ.